ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് നമ്മുടെ തോമസ് ചേട്ടനെ വളച്ച് കുപ്പിയിലാക്കി. അങ്ങനെ നിധിയെ പഠിപ്പിക്കണം, നിധി ഉയരങ്ങളിലെത്തുന്നത് കാണണം, അവളുടെ വീട്ടുകാരതിന് ശേഷം അവളെടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന് പറയണം, ഇതൊക്കെയാണ് തൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. ലാസ്റ്റ് പോയ പണി നമ്മുടെ സുധീഷിന് തിരിച്ച് കിട്ടി. അത്ര ഒരു ആശ്വാസത്തിൽ നമ്മുടെ സുധീഷ് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ നികേഷും സുധീഷും കൂടി നിധിയും കൂടി ഇങ്ങനെ നടന്നു വരുക. അപ്പം നികേഷേ, പറയട്ടെ, ഡിഗ്രി കഴിഞ്ഞാൽ എന്താ നിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചു. എന്ത് പ്ലാൻ? വലിയ പണിയും നോക്കണമെന്ന് നികേഷ് നിധിയോട് പറയാം. BCom കഴിഞ്ഞിട്ട് എന്ത് പണി കിട്ടാനാടാ? വലിയ കടയിലും കണക്കെഴുതാനൊക്കെ ഇരിക്കാവല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടൻറ്റിൻ്റെ കൂടെ സഹായിയായിട്ട് പോകാമല്ലോ. അപ്പോൾ ഫോറിൽ പോയി എന്തൊരു കോഴ്സ് ചെയ്യണമെന്നാണല്ലോ സുധീഷ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഓഹ് അത് ശരി, അപ്പോൾ സുധീഷാണ് തള്ളു മറിച്ച കൂട്ടത്തിൽ എന്നെയും വിട്ടിട്ടില്ല അല്ലേ എന്ന് നികേഷ് ചോദിച്ചു. ഏട്ടത്തിക്ക് എന്താ വട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം കണ്ടിട്ട് ഫോറിലൊക്കെ പോയി പഠിക്കാൻ പറ്റുമെന്ന് ഏട്ടത്തിക്ക് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു. ഇത് തന്നെ സുഭാഷ് ചേട്ടനും ഹരീഷ് ചേട്ടനും കൂടെ ചേർന്ന് കാശ് കൊണ്ട് നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ് ഒന്നും തരില്ലേന്ന് ചോദിച്ചപ്പോൾ നല്ല കാര്യമായി. അല്ല, ഹരീഷ് ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഹരീഷ് ചേട്ടൻ എന്ത് ചെയ്യുന്നെന്നാണ് പറഞ്ഞത്? അത് പിന്നെ എന്തോ എന്നോട് പറഞ്ഞു, പക്ഷെ ഞാനത് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ മേസ്തിരി എന്ന ആർക്കിടെക്റ്റും സർക്കാർ കോളേജിൽ BCom പഠിക്കുന്നവനെ വലിയൊരു യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ അയച്ച സ്ഥിതിക്ക് ഹരീഷ് ചേട്ടൻ ഒരു വലിയ മെക്കാനിക്കൽ ഷോറൂമിൻ്റെ ഓണറാക്കി കാണും അല്ലേ എന്ന് ചോദിച്ചു. ഇന്നെന്തായാലും നമുക്ക് ആ കള്ളം കൂടി പൊളിക്കുക, ഏട്ടത്തി വരാൻ പറഞ്ഞു. അങ്ങനെ നിധിയെയും കൂട്ടിക്കൊണ്ട് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലും. അപ്പോൾ നിധിയെ കണ്ടപ്പോഴത്തേക്കും നമസ്കാരം ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞാൽ വരാം. വേറെ ഹരീഷ് ചേട്ടൻ എന്ത് അപ്പോൾ ടെസ്റ്റ് അടിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് ഇവർ നിൽക്കുമ്പോൾ ഹരീഷ് പോയിട്ട് വന്നു. അപ്പോൾ ഹരീഷ് വന്നപ്പോൾ ഇതാരെ ഏട്ടത്തിയോ? ഏട്ടത്തി എന്ത് ഇങ്ങോട്ടെന്ന് ചോദിച്ചു. നിൽക്കുന്ന ഏട്ടത്തി നമ്മുടെ മെക്കാനിക്കൽ ഷോപ്പിൻ്റെ ഓണറായ ഞങ്ങളുടെ പാവ ഹരീഷ് ചേട്ടനെന്നും പറഞ്ഞു നികേഷ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇതിന് വണ്ടിപ്പണി നാട്ടോ. അല്ല എന്ത് ഇവിടെയെന്ന് ചോദിച്ചു. അല്ല ഇരിക്കും വാ. അപ്പോൾ വേണ്ട, ഇതിലെ പോയപ്പോൾ വെറുതെ കയറിയതാണെന്ന് പറഞ്ഞു. അയ്യോ അതൊന്നുമല്ല ഹരീഷ് ചേട്ടൻ വല്ലേ മെക്കാനിക്കൽ പാർട്ട്ണർഷിപ്പിൽ നടത്തുകയാണെന്ന സുധീഷ് ചേട്ടനെ തള്ളി വെച്ചിരിക്കുന്നതെന്ന് നികേഷ് ഹരീഷിനോട് പറഞ്ഞു. ഞാനത് നേരിൽ കാണിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഹരീഷ് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിൻ്റെ മുതലാളി ഇങ്ങോട്ട് വരുമ്പോൾ ഹരീഷ് ചേട്ടൻ മാറും. പിന്നെ പൈസ മേടിക്കാൻ വേണ്ടി മാത്രമായിട്ട് അയാൾ വരാറുള്ളൂ, തുറക്കുന്നതും അടയ്ക്കുന്നതും പണിയുന്നതും ഒക്കെ ഹരീഷ് ചേട്ടനാകട്ടോ എന്നൊക്കെ അവർ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് ചിരി വന്നു. അതെ ആ നിലയ്ക്ക് വർക്കിംഗ് പാർട്ട്ണറാണെന്ന് തന്നെ പറയാം അല്ലേ? അപ്പോൾ ഒന്ന് മിണ്ടാണ്ടിരിക്കടാ എന്നും പറഞ്ഞ് ഹരീഷ് അവരെ വഴക്ക് പറഞ്ഞു. അല്ല ഞങ്ങളെല്ലാവരും ഇവിടുത്തെ പണിക്കാരാണെന്ന് പറഞ്ഞു. ഹരീഷ് ചേട്ടനാ മെയിൻ, ഞങ്ങളൊക്കെ അപ്രൻറ്റീസാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആളങ്ങോട്ടേക്ക് പോയി. അയ്യോ നിൽക്കണ്ട, ഇരിക്കാൻ പറഞ്ഞു ഹരീഷ് നിധിയോട്. അപ്പോൾ നിധി അവിടെ ഇരുന്നു. ഏട്ടത്തിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഏട്ടത്തിക്ക് കുടിക്കാൻ പോയി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഒരാളെ ഹരീഷ് പറഞ്ഞും വിട്ടു. ചൂടെടുത്തിട്ട് നമ്മുടെ നിധി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടെടുത്ത് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹരീഷ് നിധിയെ ഇങ്ങനെ നോക്കുക കേട്ടോ. നിധി ഇപ്പോൾ ഷോൾ കൊണ്ട് ഇങ്ങനെ കാറ്റ് ഇതാക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹരീഷ് ഓടിപ്പോയി ഫാൻ എടുത്തുകൊണ്ട് വന്ന് നിധിക്ക് വെച്ചും കൊടുത്തു. ഇങ്ങനെ ഏട്ടത്തി വന്ന് നിൽക്കാം. അപ്പോൾ എത്ര കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യാം എന്ന് ചോദിച്ചു നിധി. അപ്പോൾ ഞാൻ +2 തോറ്റപ്പോൾ ഇവിടെ വന്നതാണെന്നും അന്നൊരു പീറ്റർ ആശാൻ ഉണ്ടായിരുന്നു, പുള്ളി കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് ഹരീഷ് നിധിയോട് പറയാട്ടെ. അപ്പോൾ അത് കേട്ടപ്പോൾ നിധി ചിരിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കുറേ വർഷമായി പീറ്റർ ആശാൻ മരിച്ചപ്പോൾ കടയുടെ ചുമതല എനിക്കായെന്നും പറഞ്ഞു. ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ നിധി. അന്ന് ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ഏട്ടത്തി എന്നോട് ചോദിച്ചില്ലായിരുന്നോ? അപ്പോൾ ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ല എന്ന് അന്നേ പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ സിറ്റുവേഷൻ ശരിയായില്ല എന്ന് ഹരീഷ് പറയുന്നു. അപ്പോഴത്തേക്കും നിധിക്ക് കുടിക്കാനുള്ളതൊക്കെ ആയിട്ട് ജ്യൂസൊക്കെ ആയിട്ട് വന്നു. എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞ് ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. നിധി ആ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ബഹുമാനത്തോടു കൂടി നിധിയെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. നിധി അന്നേരം ഇതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സുധീഷ് വീട്ടിലേക്ക് വന്നപ്പോൾ നിധി മുറിയിലിരിക്കുക. ഇയാൾ ഇവിടെ ഇരിക്കായിരുന്നോ സുധീഷ് നിധിയോട് ചോദിക്കുക. അല്ല പുറത്ത് എന്തൊരു ചൂടാ അല്ലേ എന്ന് പറഞ്ഞ സുധീഷ് നിന്ന് ഇങ്ങനെ ഇന്നങ്ങ് മെഴുകുക കേട്ടോ. അല്ല ഇയാളെന്താ ഫാനൊന്നും ഇടാതിരിക്കുന്നേ? ഫാൻ ഇടാൻ മേലായിരുന്നോ? വേനൽ കടുക്കും മുൻപേ ഈ വീട്ടിൽ നമുക്കൊരു AC വെക്കണമെന്നൊക്കെ സുധീഷ് പറയുമ്പോൾ നിധി ഇങ്ങനെ നോക്കുക. ഈ പകൽ സമയത്ത് ഇയാൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് AC ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അതെ, അതിന് മുൻപേ ഒരു സീലിങ്ങും കൂടി ചെയ്യണം, അല്ലെങ്കിൽ ഓടിനിടയിലെ ഓട്ടയിലൂടെ തണുപ്പ് പുറത്തു പോയാലോ എന്ന് നിധി ഇങ്ങനെ പറയാം. ആക്കിയതാണോ? അതെ ട്രൂ എന്നും പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ല നമ്മുടെ നികേഷിൻ്റെ പഠിപ്പ് കഴിഞ്ഞ് എന്തോ പ്ലാൻ എന്നാ പറഞ്ഞേ? കുടുങ്ങിയല്ലേ ടീച്ചറാ? അയ്യോ എന്ത് പ്ലാനെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം. എന്താ ഒന്ന് പറയാത്തെ? അല്ല പ്ലാൻ എന്നൊക്കെ പറയുമ്പോഴേ അതെ ഒരു പ്ലാൻ ഉണ്ടെന്ന് എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാ ചോദിച്ചത്. അതും പറഞ്ഞായിരുന്നോ? ഇല്ല, ഇപ്പം സുധീഷ് എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അല്ല എന്തിനാ ഇപ്പോൾ പെട്ടെന്ന് പ്ലാനൊക്കെ അറിഞ്ഞിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നിധി എഴുന്നേറ്റിട്ട്
എന്താ പറഞ്ഞതെന്ന് മറന്നുപോയല്ലേ എന്ന് ചോദിച്ചു. അപ്പം സത്യമാണെങ്കിലേ നമ്മളത് ഓർത്തു വയ്ക്കേണ്ട കാര്യമില്ല, പക്ഷെ നുണ പറയുമ്പം നമ്മൾ നന്നായിട്ട് ഓർത്തു വയ്ക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ബബ്ബാന്നിരിക്കും. മനസ്സിലായോ എന്ന് നിധി ചോദിക്കാം. ഒരു നുണയാണ് പറഞ്ഞതെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, പക്ഷെ നാവെടുത്ത നുണ മാത്രം അടിച്ചു വിടുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നേ എന്നൊക്കെ സുധീഷിനോട് നിധി പറയുമ്പോൾ വളിച്ച ചിരിയായിട്ട് നിൽക്കുക. ഇയാളെൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് തന്നെ വിശ്വസിക്കാനും പറ്റുന്നില്ല, എൻ്റെ ഈശ്വര ഉള്ള അഭിമാനം കൂടെ പോയോ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഹരീഷിൻ്റെ കാര്യം എന്തെന്ന് എന്നോട് പറഞ്ഞ്, ഈശ്വര അവിടെയും പോയോ, അവൻ എന്ത് ചെയ്യുന്നെന്ന് എന്നോട് പറഞ്ഞിരുന്നേ. അല്ല അത് പിന്നെ അവൻ ഈ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം സ്വന്തം വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും പറയുന്നതിന് എന്തിനാ ഇയാൾക്കൊരു കുറച്ചിൽ എന്ന് നിധി സുധീഷിനോട് ചോദിക്കാം. ചേട്ടനെ മേസ്ത്രി എന്നുള്ള ആൾ ആർക്കിടെക്റ്റ് ആക്കി മാറ്റിയില്ല തന്തസ് ഉണ്ടാവുക, അനിയൻ മെക്കാനിക്കലാണ്, ചേട്ടൻ മേസ്ത്രിയാണെന്നൊക്കെ പറഞ്ഞാൽ ഇയാൾക്ക് എന്താ പ്രശ്നം? അത് പിന്നെ അത് തന്നെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയപ്പോഴേ ഒരുമിച്ച് കുറേ നുണകൾ അങ്ങ് വന്ന് വീണതാ. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെച്ചാൽ നാണം കെടുത്തരുത് പ്ലീസ് എന്ന് സുധീഷ് പറയുമ്പം ഇപ്പോഴല്ലേ ഞാൻ ഓരോന്നായിട്ട് അറിയുന്നത്. അതെ അത് പിന്നെ ഇയാൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഈ വീട്ടിൽ ഇങ്ങനെ വന്നിരിക്കുമെന്ന് ഞാൻ അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശരിക്കും സത്യം പറഞ്ഞേനെ. ഇത് ഒരിക്കലും ഇനി കാണാൻ സാധ്യതയില്ലാത്ത ആളാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ തട്ടി വിട്ടത് എന്ന് സുധീഷ് നിധിയോട് പറയും കേട്ടോ. നിധി ഇങ്ങനെ സുധീഷിനെ നോക്കുക തുറിച്ച്. അല്ല ഈ ചുമ്മാ ഒരു പെണ്ണ് വന്ന് ചോദിക്കുമ്പോഴേ ഞാൻ എന്തിനാ കുറയ്ക്കുന്നതെന്ന് കരുതി പറഞ്ഞതാന്ന് പറയുമ്പം ഇത്രയും നോണ പറയാൻ നിങ്ങൾക്ക് എന്താ നാണൊന്നും തോന്നില്ലേ? ഇപ്പം പോലും മുന്നിൽ വന്ന് നിന്ന് തള്ളി വിടുകയാണല്ലോ. അയ്യോ എടോ ഇയാളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വീടിനെ പറ്റി ഞാനപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഞാൻ പറയേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുക. ഇതൊരു വീടായിട്ട് പോലും ഞങ്ങളും കണക്കാക്കിയിട്ടില്ല, 5 ആണുങ്ങൾ വന്ന് കിടന്നുറങ്ങുന്ന ഒരു സ്ഥലം. പിന്നെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വില ഉണ്ടാവുമോ? പിന്നെ എടോ ഞാൻ വെറുതെ നുണ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഒരാൾ പോലും എൻ്റെ അടുത്ത് മിണ്ടാൻ പോലും വരത്തില്ല, അതാദ്യം താനൊന്ന് മനസ്സിലാക്കണം. ഈ പറയുന്ന ഇയാൾ പോലും എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നില്ല, ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഇയാൾക്കെന്താ എന്ന് നിധി ചോദിച്ചു. അയ്യോ എനിക്കൊന്നും ഇല്ല, എനിക്കെന്താ നഷ്ടം ഇയാൾക്ക് തന്നെയായിരുന്നു. ആ കങ്കാരുവിനെയും കെട്ടി ഓസ്ട്രേലിയയിലേക്ക് പോവേണ്ടി വന്നേനെ, ആ സൈക്കോയുടെ കൂടെ ജീവിതം തൊലഞ്ഞു പോയേനെ എന്നൊക്കെ നമ്മുടെ സുധീഷ് നിധിയോട് പറയുന്നു. അല്ല അന്ന് എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് ഇയാളിപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെ ഇയാളെ സംസാരിക്കാനുള്ള കാരണം അന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. പിന്നെ ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനാണെന്ന് ഇയാൾക്ക് തോന്നിച്ചത് ആ നുണകൾ കൊണ്ട് കൂടിയാ. അപ്പോൾ ആ നുണ നല്ലതാണോ അതോ ചീത്തയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാളുടെ എന്നും പറഞ്ഞോണ്ട് നിധി ഇങ്ങനെ നിൽക്കുക. അതെ ഇനി ഞാൻ നുണയൊന്നും പറയത്തില്ല, സത്യമായിട്ട് ഇയാളോട് ഇനി ഞാൻ നുണയൊന്നും പറയത്തില്ല എന്നും പറഞ്ഞോണ്ട് പ്രോമിസ്. എടോ ഞാൻ അന്ന് പറഞ്ഞ നുണയുടെ തുടർച്ച ഇപ്പോഴത്തെ ഈ ഒരു ജീവിതം അത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി ഇങ്ങനെ നോക്കുക കേട്ടോ. അല്ല ചില നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിലേ നമ്മൾ ചെറുതായിട്ടൊന്ന് നുണ പറഞ്ഞൊരു തെറ്റൊക്കെ വരും. അതിൽ വലിയ തെറ്റുണ്ടോ? നിങ്ങളെ ഉണ്ടല്ലോ ഞാനോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇതെടുത്ത് അടിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും സുധീഷ് ഇറങ്ങി ഓടി. എങ്ങോട്ട് പോവാ? ഇങ്ങ് വരാൻ പറഞ്ഞു. ഇങ്ങ് വാ എന്നും പറഞ്ഞ് സുധീഷിനെ വിളിച്ചു. പേടിച്ച് വിറിച്ച് സുധീഷ് ഇങ്ങനെ വന്ന് നിൽക്കുക. എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അച്ഛൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കുട്ടിയെ പോലെ ആയിരുന്നല്ലോ ഇന്നലെ. സാധാരണ ദിവസങ്ങളിൽ അച്ഛനെ മൈൻഡ് പോലും ചെയ്യാത്ത ഇയാൾ ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോഴേക്കും കിടക്കയും മടക്കി ഇങ്ങോട്ട് വന്ന് എന്തിനാണെന്ന് നിധി ചോദിച്ചു. അത് പിന്നെ അച്ഛൻ പറയുമ്പോഴേ ഇടയ്ക്കൊക്കെ അനുസരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുക. അല്ല അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇതേ ചൊല്ലിന് നികേഷ് ഹരീഷിനോട് ചോദിക്കാറുണ്ടേ, നമ്മുടെ കാര്യം അവർക്കറിയില്ലല്ലോ, അവരുടെ മുന്നിൽ വെച്ച് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോഴേ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് വന്നത്. നിങ്ങളൊരു പെരുന്നുണയനാ, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചേടാ ഇതിപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം സത്യസന്ധനാണെന്ന് തെളിയിച്ചിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂന്നായോ എന്നൊക്കെ സുധീഷ് ചോദിക്കണം. ഒരു പകലും രാത്രിയും ഇയാൾ എൻ്റെ കൂടെ തനിയായിരുന്നു, അത് ഓർക്കുന്നുണ്ടല്ലോ ഇയാൾക്ക്. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ഇയാളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഈ സുധീഷെ അന്തസ്സുള്ളവനാണെന്നൊക്കെ പറയണു. പിന്നെ വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയൊക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചു വിട്ടു എന്ന് കരുതി എൻ്റെ ക്യാരക്ടർ മുഴുവനും മോശമാണെന്ന് വരുത്തി തീർക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് വളരെ മോശമായിപ്പോയി നിധി, വളരെ മോശമായിപ്പോയി. അപ്പോൾ സ്വന്തം കുടുംബത്തെ പറ്റി കള്ളം പറയുന്നവന് എന്ത് ക്യാരക്ടർ ഉണ്ടെന്നാ എന്ന് നിധി ചോദിക്കുമ്പോൾ ക്യാരക്ടറുണ്ട്. ഒരു പെണ്ണിനെ അവൾ നേരിടാൻ പോകുന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിതമായി വീട്ടിൽ കൊണ്ടുവന്നാക്കിയില്ലേ, അത് തന്നെയാണ് അതിൻ്റെ ക്യാരക്ടർ. പിന്നെ ഇപ്പോൾ ഈ പഠിപ്പിലും ജോലിയിലും ഒന്നല്ല ക്യാരക്ടർ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഈ നാക്കുകൊണ്ടേ പാവം സുഭാഷ് എന്നെ അനിയന്മാരെയും പറ്റിക്കാൻ പറ്റിയേക്കും, എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ പറയണം.
അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചതിന് ശേഷം പിന്നെ ഇവർ എല്ലാവരും കൂടി ഇങ്ങനെ ഹാളിലിരിക്കുക. അപ്പോൾ കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അച്ഛൻ കക്ഷത്തിൽ ഒരു സാധനമൊക്കെ വെച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇപ്പം മക്കളിങ്ങനെ നോക്കും അച്ഛനെ, ഇതെന്നതാ. അപ്പം അച്ഛനിങ്ങനെ ഭിത്തിയിൽ വന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെച്ചൊക്കെ നോക്കുന്നു. അതിന് ശേഷം ഇത് കൊണ്ടുവന്ന് നികേഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അച്ഛൻ എന്താ ഈ നോക്കുന്നതെന്ന് ചോദിച്ചു സുഭാഷ്. എടാ ഇത് നോക്കിയാടാന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഇങ്ങ് മാറാൻ ഇങ്ങോട്ടെന്ന് പറഞ്ഞു അവിടെ കൂടെ ആണിയൊക്കെ തടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നികേഷ് ഇത് തുറന്നു നോക്കിയപ്പോൾ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ആഹാ അടിപൊളി, അപ്പോൾ അച്ഛൻ ഇതിനൊക്കെ ഇഷ്ടമാണല്ലേ ഇത് നമ്മുടെ സുധീഷ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതായത് നിധിയും സുധീഷും ഇവർ 4 പേരും കൂടി നിൽക്കുന്ന ഫോട്ടോയും അടിപൊളി, അപ്പം അക്കാലക്കി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷൊക്കെ പറയാം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അച്ഛനത് ചെയ്ത് കൊച്ചു കള്ളൻ. അപ്പം യെസ് ഡേ ഐ ആം റെസ്പോൺസിബിൾ ഫാദർ ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനിങ്ങനെ. അപ്പോൾ ഇതെന്താ അച്ഛൻ ഈ പണി കാണിച്ചതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇതേ നോക്കടാ ഈ പടമല്ലടാ, ഇതിനിപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ ഫോട്ടോ ആൽബം ഒന്നും വേണ്ട, ഞാൻ ആ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞിരുന്നാണല്ലോ, വേണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു, അതാണ് ദേ ഈ ഇരിക്കുന്നത് എന്ന് അച്ഛൻ അന്നേരം പറയും. ഇവരിങ്ങനെ നോക്കുക. ഓ അല്ല എന്താ ആൽബം വേണ്ടെന്ന് സുഭാഷേട്ടൻ പറയാൻ കാരണമെന്ന് ഹരീഷ് അന്നേരം ചോദിച്ചു. അതിനൊന്നുമില്ല, വെറുതെ ചിലവ് വേണ്ടാന്ന് കരുതിയിട്ടാ. എന്നാൽ പിന്നെ ഫോട്ടോഗ്രാഫറെ വിളിക്കായിരുന്നോ പോരായിരുന്നോടാ, ഇതിൻ്റെ കാശൊക്കെ ഞാൻ കൊടുത്തോളാം, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറകെ വരും എന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് പോയി. സുഭാഷിന് ആകെ ടെൻഷനായി. സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നിധിക്കും ദേഷ്യം വന്ന് നിധിയും അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ സുധീഷും നികേഷൊക്കെ ഇത് കണ്ട് സന്തോഷമായിട്ട് നിൽക്കും. അപ്പോൾ ഫോട്ടോ എന്നാണെങ്കിലും കലക്കി അല്ലേ ഹരീഷേട്ടാ എന്ന് നികേഷ്. അപ്പോൾ ഈ ഹരീഷ് സുധീഷിനെയൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കുക. നമ്മുടെ അച്ഛനത് ചെയ്യുന്നേ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ഒന്ന് നികേഷ് പറയാം. ചെയ്തതാണോ ചെയ്യിപ്പിച്ചതാണോ എന്നൊക്കെ ആർക്കറിയാം എന്നും പറഞ്ഞിങ്ങനെ ഹരീഷ് അങ്ങ് പോകുമ്പോൾ അച്ഛാ ഫാദർ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് അവിടെ നിൽക്കുവാണ്. സുഭാഷും നിധിയും കൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുക. ഇതിപ്പോൾ കണ്ടില്ല സുഭാഷ് ഏട്ടാ, ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞതെന്ന് നിധി പറയാം സുഭാഷിനോട്. അപ്പോഴാണ് ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ നിധി അങ്ങ് പോയി. നിധി എടുത്ത് എന്താ ഏട്ടനോട് പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ അതവിടെ തൂക്കിയപ്പോൾ സുഭാഷ് ഏട്ടൻ വല്ലാണ്ട് ടെൻഷനായത് എന്ന് ഹരീഷ് ചോദിക്കുക. ടെൻഷനോ? ഞാൻ ടെൻഷനൊന്നും ആയില്ലല്ലോ. അതെന്തിനാണെന്ന് ചോദിച്ചത് പിന്നെ എന്തിനാ? സുധീഷ് ഏട്ടൻ്റെ കല്യാണം ശരിക്കും കഴിഞ്ഞല്ലേ, ആ ഫോട്ടോ ചുമരിൽ തൂക്കുക, എന്തപ്പത്ത് തെറ്റ് എന്ന് ഹരീഷ് ചോദിക്കുക. തെറ്റൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ അതെന്തിനാണെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതെങ്ങനെയാണ് വെറുതെ ആകുന്നത്? അപ്പോൾ അങ്ങേരുടെയും കൂടെ വീടല്ലേ ഇത്, അങ്ങേരുടെയും കൂടെ ഫോട്ടോ. അപ്പോൾ അത് ഭിത്തിയിൽ തൂക്കുന്നത് എങ്ങനെയാണ് സുഭാഷ് ഏട്ടാ അനാവശ്യ കാര്യമാകുന്നത്? അല്ല അതിലെന്താ സുഭാഷ് ഏട്ടൻ്റെ പ്രശ്നമെന്നൊക്കെ ഹരീഷ് ചോദിക്കാം. ആ ഫോട്ടോഗ്രാഫറോട് ആൽബം ഒന്നും വേണ്ട എന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തിനാ അത് പറഞ്ഞത്? അതിൻ്റെ ആവശ്യം എന്താ? സുഭാഷ് ഏട്ടൻ മുൻകൈ എടുത്ത് നടത്തിയ കല്യാണമല്ലേ ഇത്, എത്ര കാശ് ചിലവായതാ? എന്നിട്ടിപ്പോൾ ആൽബം മാത്രം സുഭാഷ് ഏട്ടൻ്റെ അനാവശ്യ ചിലവായോ? എന്തൊക്കെ ഈ പറയുന്നേ? അതിപ്പോൾ ആൽബം സൂക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യം പറഞ്ഞില്ലേ, എല്ലാം പെൻഡ്രൈവിൽ സൂക്ഷിച്ച് വയ്ക്കുകയല്ലേ പതിവ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് എന്താ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ? സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിയുന്നത് വരെ സുധീഷ് ഏട്ടന് ഒന്നും പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എത്ര ക്രൂരമാണെന്നൊക്കെ ഹരീഷ് ചോദിക്കുക. സുഭാഷ് ഏട്ടനൊക്കെ ഞങ്ങളുടെ മനസ്സിൽ എന്ത് വലിയ സ്ഥാനമാണെന്ന് അറിയോ? അപ്പോൾ വൈകിട്ട് ടി വിയിൽ കാണുന്ന സീരിയലിൽ പോലും ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുക. അങ്ങനെ സുഭാഷിനെ കുറേ കുറ്റം പറയുകയാണ് നമ്മുടെ ഹരീഷ്. അതേസമയം പിന്നെ കാണിക്കുന്നത് സുനന്ദ അമ്മയും കൂടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അച്ഛൻ വരുന്ന കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും കൂടെ പറയുക കേട്ടോ. പിന്നെ അച്ഛൻ വരുന്നതും നിൻ്റെ കല്യാണം നടത്താനാണെന്നും അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്താൻ പോവുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നിൻ്റെ കല്യാണം, അത് ഭംഗിയായിട്ട് തന്നെ നടന്നോട്ടെ എന്ന് പറഞ്ഞ് അമ്മയും മോളും കൂടെ സംസാരിക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഒരു കാറിൻ്റെ ശബ്ദം. അച്ഛൻ വന്നെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങി ഓടുമ്പോൾ അച്ഛൻ ഇങ്ങനെ കാറ് തുറന്ന് വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.